ഹലോ, എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിങ്ങിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് മഷ്റൂമും ഗ്രീൻ പീസും വെച്ചിട്ട് ഒരു അടിപൊളി മസാലക്കറി ഉണ്ടാക്കിയെടുക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇവിടെ ചൂടായ പാനിൽ ഞാനൊരു 1/2 ക്യൂബ് ബട്ടർ ഇടുന്നുണ്ട്. അതിലോട്ട് ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മെൽറ്റായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഏകദേശം 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ ഒരു ചെറിയ 2 ബിരിയാണി ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് എണ്ണയിൽ നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 2 ഉള്ളി ചെറുതായി ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇട്ടൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി ഇതേപോലെ കാശ്മീരി മുളക് പൊടി ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഇതിനെ നല്ലപോലെ അങ്ങ് വഴറ്റിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിക്കൊക്കെ നല്ല കളർ കിട്ടും. ഏകദേശം 2 മിനിറ്റിന് ശേഷം ഞാൻ ഇതിലോട്ട് എല്ലാ മസാലയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങൾക്ക് നിങ്ങളനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏകദേശം ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി പൊടിച്ച ജീരകപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ നല്ലപോലെ 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ പോണവരെ നമുക്ക് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഏകദേശം 1 മിനിറ്റോളം വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 തക്കാളി മിക്സിയിൽ അടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളി വേവിക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതിനെ ഏകദേശം അടച്ചിട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കി. ഏകദേശം തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കാം. ഇനി നമുക്കിതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടി തൈര് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ഒരുപാട് പുളിയില്ലാത്ത തൈര്. എന്നിട്ട് നമുക്കിതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ആയി വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് നമ്മുടെ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഏകദേശം 1 കപ്പ് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലപോലെ മഷ്റൂമിനെ മസാലയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ ഏകദേശം ഒരു 10-12 കാഷ്യൂ നട്ട്സ് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ ഞാൻ മിക്സി ജാറിൽ നല്ലപോലെ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രീമി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാഷ്യൂ നട്ട് ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഞാൻ മല്ലിയില ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഏകദേശം ഒരു 1.5-2 മിനിറ്റായിട്ട് ഞാൻ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തു. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, നമ്മുടെ മഷ്റൂമൊക്കെ നല്ലപോലെ വേവാൻ വേണ്ടിയിട്ട്. കൂടെ ഇതിലോട്ട് ഞാൻ
ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതിനെ അടച്ച് നല്ലപോലെ വേവിക്കാൻ പോണ്. ഏകദേശം 10 മിനിറ്റോളം ഞാൻ വേവിച്ചെടുക്കണം. കണ്ടിന്യൂസ് 10 മിനിറ്റ് നിങ്ങൾ വെക്കരുത്. ഇടയിൽ നിങ്ങൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ മസാലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് കസൂരി മേത്തി. കസൂരി മേത്തിനെ വെറുതെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കരുത്. കൈകൊണ്ട് നല്ലപോലെ ഞെരടിയിട്ട് വേണം ആഡ് ചെയ്യാൻ. കസൂരി മേത്തി പറയുന്നത് ഉലുവയുടെ ഉണങ്ങിയ ഇലയാണ്. ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേറെ ഒരു പണിയുമില്ല. നമ്മളെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ ഒപ്പം, ദോശയുടെ ഒപ്പം, ചോറിൻ്റെ ഒപ്പം കഴിക്കാനൊക്കെ അടിപൊളി ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.